തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് ലംഘിച്ച് വോട്ടുറപ്പിക്കാനുള്ള നീക്കവുമായി CPM. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് കമ്മീഷൻ വിലക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയ പദ്ധതിയുമായാണ് ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. കഴിഞ്ഞ മാസം 29-നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം വിളിച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുമെന്നായിരുന്നു വാഗ്ദാനം. ഓരോ മാസവും 1000 രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നത്. പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന നടപടി വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ CPM നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അപേക്ഷ സ്വീകരിക്കുന്നത് ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷക സെൽ വിഷയത്തിൽ ഇടപെട്ടത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കുന്നത് വാഗ്ദാനങ്ങളാണെന്നാണ് വിലയിരുത്തൽ. ഇപ്പോഴും അപേക്ഷ സ്വീകരിക്കൽ നടപടിയുമായി ഇടതുമുന്നണി മുന്നോട്ടു പോകുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നാണ് വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.